ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്കും പിന്നെ കുഞ്ഞു യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവർക്കും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും നാൾ യൂട്യൂബിൽ നിന്നത് വെച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എക്സ്ട്രാ ഒരു ഇൻകം ആഗ്രഹിച്ചിട്ട് തന്നെയാണല്ലേ. അപ്പോൾ അവരെ കൊണ്ട് പറ്റും എന്ന രീതിയിൽ കുറച്ച് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ആഗ്രഹിച്ച് യൂട്യൂബ് ചാനൽ തുടങ്ങി ഇഷ്ടംപോലെ വീട്ടമ്മമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പറയുന്ന ഈ ഒരു 2-3 സ്റ്റെപ്പ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ച് വ്യൂസും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞു കിടക്കുന്ന ചാനലിനെ ഒന്ന് കയറ്റിക്കൊണ്ട് വരാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ട് 3 വർഷമായിട്ടോ. അപ്പോൾ ഫസ്റ്റിലത്തെ ആ ഒരു വർഷം ഞാൻ അങ്ങനെ വീഡിയോസ് നിർത്തില്ലായിരുന്നു. യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ 2-3 വീഡിയോസൊക്കെ ഇട്ടു, അപ്പോഴും കുറച്ച് വ്യൂസൊക്കെ കിട്ടി കേട്ടോ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇടത്തുണ്ടായിരുന്നുള്ളൂ. കൂടുതൽ യൂട്യൂബിനെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയാതെ അങ്ങോട്ട് പോയി തുടങ്ങി. അങ്ങനെ ആദ്യത്തെ ഒരു വർഷം ഒരു 5-6 വീഡിയോസ് അത്ര മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രഗ്നൻ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലിരിപ്പ് തന്നെ ആയപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോസ് ഇടാൻ തുടങ്ങി. അങ്ങനെ വീഡിയോസ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ച് വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു ലോങ് വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസിനെ കിട്ടിയപ്പോൾ എനിക്ക് കുറച്ച് ആത്മവിശ്വാസം കൂടി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഡെയിലി ഒരു 3 ഷോർട്ട് വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഡെയിലി ഷോർട്ട് വീഡിയോസ് 3 വെച്ച് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂടാൻ തുടങ്ങി, വ്യൂസും കൂടാൻ തുടങ്ങി. അങ്ങനെ ഇട്ടിട്ടൊരു 1K വ്യൂസ് വരെ എത്തി കേട്ടോ. അങ്ങനെ 1K വ്യൂസ് വരെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടാൻ തുടങ്ങി. പിന്നെ യൂട്യൂബിനെ കുറിച്ച് കുറച്ചുകൂടി പഠിക്കാൻ തുടങ്ങി കേട്ടോ. കുറേ യൂട്യൂബിനെ കുറിച്ചുള്ള കുറച്ച് വീഡിയോസൊക്കെ കണ്ടു, അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചെയ്യുന്നതിലല്ല കുറേ കാര്യങ്ങൾ ഇതിലുണ്ടെന്നൊക്കെ മനസ്സിലായി കേട്ടോ. അങ്ങനെ പിന്നെ യൂട്യൂബിൻ്റെ കുറേ അൽഗോരിതം, യൂട്യൂബിൻ്റെ കുറച്ച് റൂൾസും ഒക്കെ അങ്ങനെ കുറച്ച് പിന്നെയാണ് യൂട്യൂബിനെ കുറിച്ച് പഠിച്ച് പയ്യെ അത് ഫോളോ ചെയ്തു. ഡെയിലി ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോസ് ഇടും. അപ്പോൾ ഷോർട്ട് വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് വ്യൂസ് കിട്ടുന്നുണ്ട്, അതുപോലെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ ലോങ് വീഡിയോസ് ഇടാറുണ്ടായിരുന്നല്ലോ. അത് കഴിഞ്ഞാണ് ഞാൻ ശ്രദ്ധിച്ചത് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സും കൂടുന്നുണ്ട്, വ്യൂസും കൂടുന്നുണ്ട്, പക്ഷേ ഉണ്ടല്ലോ വാച്ച് അവേഴ്സ് കൂടുന്നില്ല. വാച്ച് അവേഴ്സ് ഇങ്ങനെ എനിക്ക് ആ സമയത്ത് ഒരു 300 സംതിങ് ഒക്കെയാണ് കേട്ടോ വാച്ച് അവേഴ്സ് നിന്നത്. അത് 4000 എത്തിക്കണമല്ലോ. അപ്പോൾ എനിക്ക് വാച്ച് അവേഴ്സ് കൂടുന്നേ ഉണ്ടായിരുന്നില്ല. ഈ വാച്ച് അവേഴ്സ് കൂടാതെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമമായി തുടങ്ങി കേട്ടോ. എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ തോന്നി. പക്ഷേ എന്നിട്ട് ഞാൻ തളർന്നില്ല. പിന്നെ ഞാൻ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദിവസം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ഒരു ലോങ് വീഡിയോ ആയിരുന്നേ. അപ്പോൾ ആ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്ലോഡ് ചെയ്തൊരു 1 മണിക്കൂറത്തേക്ക് ഇങ്ങനെ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും പയ്യെ വ്യൂസ് കയറാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ വ്യൂസ് കയറാൻ തുടങ്ങി. അതിനൊരു 160K വ്യൂസ് കയറി. അപ്പോഴത്തേക്കും എനിക്ക് വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടോ. 4000 വാച്ച് അവേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അതിന് മുമ്പ് തന്നെ ഷോർട്സിൽ നിന്ന് തന്നെ എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ ഓണായി. മോണിറ്റൈസേഷൻ ആയതിനു ശേഷം ഞാൻ ഡെയിലി വീഡിയോ ഇടുമായിരുന്നു കേട്ടോ. ലോങ് വീഡിയോസ് അങ്ങനെ എടുത്തില്ലായിരുന്നു, പക്ഷേ ഷോർട്സ് നല്ല രീതിയിൽ ഇടുമായിരുന്നു കേട്ടോ. അങ്ങനെ ഷോർട്ട് വീഡിയോസ് എല്ലാ ദിവസവും ഒരെണ്ണമെങ്കിലും ഷോർട്ട് വീഡിയോസ് ഇടുമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് എനിക്ക് സബ്സ്ക്രൈബേഴ്സിന് നല്ല രീതിയിൽ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഒരുപാട് കൂടുന്നൊന്നല്ല, എന്നാലും എൻ്റെ ഒരു ചാനലിൻ്റെ ഇത് വെച്ചിട്ട് ഉള്ള രീതിയിൽ കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ചെറിയ ചാനൽ, അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് സംതൃപ്തി വരുന്ന അനുസരിച്ച് ആ ഒരു രീതിയിൽ കൂടുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ വാച്ച് അവേഴ്സ് വെച്ചിട്ട് പൈസ കയറത്തുള്ളൂ. അപ്പോൾ പൈസ കയറുമ്പോൾ നമ്മൾ വിചാരിക്കും മോണിറ്റൈസേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൈസ കയറും, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ വാച്ച് അവേഴ്സ് വെച്ചിട്ട് മാത്രമേ പൈസ കയറത്തുള്ളൂ. അതും വളരെ ചെറിയ രീതിയിലാണ് കേട്ടോ പൈസ കയറത്തുള്ളൂ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഡെയിലി വീഡിയോ ഇട്ടിട്ടും ഇങ്ങനെ ഇൻകം വരുന്നത് ഭയങ്കര ചെറുതായിട്ട് കയറുന്നുള്ളൂ എന്നൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും മനസ്സ് മടുത്തു കേട്ടോ. ഇതെന്താ കയറാത്തതെന്നായി തുടങ്ങി. ചില ദിവസങ്ങളിൽ കയറാറേ ഇല്ല. അപ്പോഴേക്കും ഒന്നാമത്തെ നമുക്ക് ഒരുപാട് വ്യൂസ് ഒന്നും ഉണ്ടാവാറില്ലല്ലോ, കുറച്ച് വ്യൂസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ആ വാച്ച് അവേഴ്സ് ഒക്കെ വെച്ചിട്ടാണല്ലോ അത് കയറുള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ മനസ്സ് മടുത്ത് വെച്ചിട്ട് എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 2-3 മാസം ഈ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു 2-3 മാസം അങ്ങ് വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം അപ്പോഴും എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കയറുന്നുണ്ടായിരുന്നു, ചെറിയ രീതിയിൽ കയറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അപ്പോഴും കയറിക്കൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഇട്ട വീഡിയോസിലെ വ്യൂസ് ഉണ്ടല്ലോ, അപ്പം ഇപ്പോഴും അത് ആൾക്കാർ കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ അനുസരിച്ച് പൈസ കയറിക്കൊണ്ടിരുന്നു.
അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് അത്. അപ്പോൾ ഞാൻ പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വ്യൂസ് ഭയങ്കരമായിട്ട് കുറയാൻ തുടങ്ങി. നേരത്തെ എനിക്ക് ആ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് 1K വ്യൂവിൽ താഴെ പോയിട്ടേ ഉണ്ടായിരുന്നില്ല. അതായത് ഷോർട്ട് വീഡിയോയ്ക്ക് എന്നായാലും 1K വ്യൂ ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷേ ലോങ് വീഡിയോയ്ക്ക് അങ്ങനെ ഒരുപാട് വ്യൂസ് കയറാറില്ലായിരുന്നു. പക്ഷേ ഷോർട്ട് വീഡിയോയ്ക്ക് നല്ല രീതിയിൽ വ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മോണിറ്റൈസ്ഡ് ആയി കഴിഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 500 വ്യൂസിന് മേളിൽ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. നമ്മുടെ ഷോർട്ട് വീഡിയോയ്ക്കാണെങ്കിൽ വളരെ ചെറിയ 2-3 വീഡിയോയ്ക്ക് മാത്രമേ കയറിയിട്ടുള്ളൂ. ആദ്യത്തെ നമ്മൾ ഷോർട്ട് ഇടുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് കയറിപ്പോവും, കുറച്ച് സമയത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് കയറും, പിന്നെ ഇത് പെട്ടെന്ന് സ്റ്റോപ്പായി പോട്ടോ. 500 വ്യൂസ് ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റോപ്പായി പോവാണ്. അപ്പോൾ ഈ ഒരു 3 വർഷം കൊണ്ട് ഇത്രയും സ്റ്റോപ്പ് ചെയ്ത് ഇത്രയും റീസ്റ്റാർട്ട് ചെയ്ത് വന്നതിൽ എനിക്ക് മനസ്സിലായ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഫസ്റ്റിൽ തന്നെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനുള്ള കാര്യങ്ങൾ 2 ഓപ്ഷനാണ് നമുക്ക് യൂട്യൂബ് തരുന്നത്. അതിലൊന്ന് ഹാഫ് മോണിറ്റൈസേഷനും പിന്നെ ഫുൾ മോണിറ്റൈസേഷനും. അതിൽ ഹാഫ് മോണിറ്റൈസേഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 സബ്സ്ക്രൈബേഴ്സും 3 മില്യൺ വ്യൂസ് ഷോർട്സിന്, അല്ലെങ്കിൽ 3000 വാച്ച് അവേഴ്സ്, വീഡിയോസിന് 3000 വാച്ച് അവേഴ്സ് കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനൽ ഹാഫ് മോണിറ്റൈസേഷൻ ആക്കിയെടുക്കാം. പക്ഷേ ഈ ഹാഫ് മോണിറ്റൈസേഷനിലെന്ന് പറയുന്നത് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഡോളേഴ്സ്, അതുപോലെ വീഡിയോസിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെയായിരിക്കും നമുക്ക് യൂട്യൂബിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്. സൂപ്പർ ഡോളേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ വേറൊരാൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അയാൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നമുക്കൊരു എമൗണ്ട് സെൻഡ് ചെയ്ത് തരാൻ പറ്റും യൂട്യൂബിൽ കൂടെ. അതാണ് ഈ സൂപ്പർ ഡോളർ എന്ന് പറയുന്നത്. പിന്നെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം നമ്മുടെ കുറച്ച് പ്രൊഡക്റ്റിൻ്റെ ലിങ്കൊക്കെ ഇട്ടും അങ്ങനെയൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ട് അതുവഴി മറ്റുള്ളവർ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടും. അതാണ് ഹാഫ് മോണിറ്റൈസേഷനിൽ പറയുന്നത്. പിന്നെ നമുക്ക് ശരിക്കും വേണ്ടത് ഫുൾ മോണിറ്റൈസേഷനാണ്. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ്, 10 മില്യൺ വ്യൂസ് നമ്മുടെ ഷോർട്സിനോ, അല്ലെങ്കിൽ 4000 വാച്ച് അവേഴ്സ്. ഇതാണ് നമ്മൾ ഫുൾ മോണിറ്റൈസേഷനിൽ വേണ്ടത്. പിന്നെ വന്നിട്ട് നമുക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും എങ്ങനെ കൂട്ടാമെന്നുള്ളതിൽ ഈ 1000 സബ്സ്ക്രൈബേഴ്സിന് കിട്ടാനുള്ളൊരു മാർഗ്ഗമാണ് ഡെയിലി ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഷോർട്ട് വീഡിയോസിൽ നിന്നാണ് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിന് കിട്ടുന്നത്. അപ്പം നമ്മളിപ്പം ഒരു ചെറിയ ചാനലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ചാനൽ തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ ഒരു 2-3 വീഡിയോസ് വെച്ച് ഡെയിലി അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കുറച്ചുകൂടി കൂട്ടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ വ്യൂസും കൂട്ടിയെടുക്കാൻ പറ്റും. പിന്നെ യൂട്യൂബ് തന്നെ നോക്കുന്നുണ്ട് നമ്മളിത് ചുമ്മാ തമാശയ്ക്കായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടിരിക്കുന്നതാണോ അല്ലെങ്കിൽ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നതാണോ ഈ ചാനലിന്. അതിൽ യൂട്യൂബ് നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് ടൈമിലാണോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്, ഇതൊക്കെ യൂട്യൂബ് നോക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് കറക്റ്റ് ഒരു ടൈം വെച്ചിട്ട് ചെയ്യും. ഇപ്പം നമ്മൾ രാവിലെ 8 മണിക്ക് ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിൽ ഇന്ന് ഒരു വീഡിയോയെ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ഓരോ വീഡിയോയെ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇന്ന് രാവിലെ 8 മണിക്കാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആ സെയിം ടൈമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ 3 വീഡിയോസ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമായിട്ട് 3 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതും സെയിം ടൈമിൽ തന്നെ പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യണം. ഇത് യൂട്യൂബ് നോക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. സെയിം കറക്റ്റ് ടൈമിൽ തന്നെ ഈ ചാനലിൽ നിന്ന് വീഡിയോസ് വരുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നമ്മൾ ഈ കറക്റ്റ് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഷോർട്ട് ആണെങ്കിലും ലോങ് ആണെങ്കിലും നമ്മൾ ഈ കറക്റ്റ് ടൈമിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും യൂട്യൂബ് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്കാണെങ്കിലും യൂട്യൂബ് തന്നെ എത്തിച്ചാലേ അത് അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ ചെന്നില്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ വീഡിയോ എന്തായാലും കിട്ടും. പക്ഷേ അത് നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും തന്നെ അങ്ങനെ നമ്മുടെ വീഡിയോസ് നോക്കിയിരിക്കണം എന്നോ, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടു, അത് ചിലർക്ക് ഇഷ്ടപ്പെട്ടു, അവരപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ നോക്കിയിരിക്കണം എന്നില്ല. അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മുടെ വീഡിയോ കാണണമെന്ന് ഒറ്റ ഉറപ്പുമില്ല കേട്ടോ. അപ്പോൾ ഒരു നിർബന്ധമില്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമ്മുടെ വീഡിയോസ് കാണാൻ. എല്ലാ സബ്സ്ക്രൈബേഴ്സും നമുക്കിപ്പോൾ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഈ 500 സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ വീഡിയോ എത്തുമെന്നും ഉറപ്പില്ല. അതുപോലെ ഈ 500 സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോസ് കാണുമെന്നും ഉറപ്പില്ല.
അപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുത്തില്ലെങ്കിൽ ആകെയുള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അവരുടെ സബ്സ്ക്രൈബ് ലിസ്റ്റിൽ നമ്മുടെ ചാനൽ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കി അങ്ങനെ കണ്ടാലേ നമുക്ക് അവരുടെ ആ ഒരു വ്യൂ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് യൂട്യൂബ് തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് വ്യൂസ് കയറത്തുള്ളൂ. അത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് മാത്രമല്ല, യൂട്യൂബ് ഫസ്റ്റ് തന്നെ ഒരു 100 പേരിലേക്ക് ആദ്യം വീഡിയോസ് എത്തിക്കും. ആദ്യം വീഡിയോസ് എത്തിച്ചിട്ട് അവരുടെ ഇംപ്രഷൻ വെച്ചിട്ട് മാത്രമേ നമ്മുടെ വീഡിയോസ് അടുത്ത ആളുകളിലേക്ക് യൂട്യൂബ് കൊടുക്കത്തുള്ളൂ. എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഡെയിലി ഇങ്ങനെ ഒരു 3 വീഡിയോസ് ഇടുകയെന്ന് വെച്ചു. 3 വീഡിയോസ് ഇടുമ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്കും യൂട്യൂബ് ഇങ്ങനെ ആദ്യം നോട്ടിഫിക്കേഷൻ കൊടുക്കും, അത് കഴിഞ്ഞ് മറ്റുള്ളവരിലേക്കും കൊടുക്കും. അങ്ങനെ കണ്ട് നമ്മളെ ആൾക്കാർക്കൊരു പരിചയമാവും. നമ്മളെ പരിചയമായി കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണും. ഇപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർക്ക് എന്തായാലും ഡെയിലി നോട്ടിഫിക്കേഷൻ ചെന്നുകൊണ്ടിരിക്കും. എന്തായാലും സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ ഡെയിലി വീഡിയോ ഇടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബേഴ്സിന് ഡെയിലി വീഡിയോ ചെല്ലും. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലി കണ്ട് ഒരുപക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോസ് ഇപ്പം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വലിയ യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും ചെറിയ യൂട്യൂബേഴ്സിൻ്റെ ആണെങ്കിലും നമ്മളെ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ എങ്ങനത്തെ വീഡിയോ ഇട്ടാലും അവർ കയറി കാണും. ചാനൽ തുടങ്ങി അത് സീരിയസ് ആയിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടണം. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ യൂട്യൂബിൽ. അതാണ് ഫസ്റ്റ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. നമ്മൾ ഡെയിലി കറക്റ്റ് ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് പോകാൻ ശ്രദ്ധിക്കണം. പിന്നെ രണ്ടാമത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെപ്പോലെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി ഇടയ്ക്കിടയ്ക്ക് റീസ്റ്റാർട്ട് ചെയ്യരുത്. നമ്മൾ വീഡിയോ ഇടുകയാണെങ്കിൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് തന്നെ വീഡിയോ ഇടണം. എങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഡെയിലി നല്ല രീതിയിൽ വീഡിയോ ഇടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരും. പിന്നെ മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞാൽ വാച്ച് അവേഴ്സ് കൂട്ടണം. വാച്ച് അവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡെയിലി വീഡിയോസ് ഇടുമ്പോഴത്തേക്കും ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഡെയിലി അപ്ലോഡ് ചെയ്യാൻ നോക്കണം. അതായത് ഒരു ഷോർട്ട് വീഡിയോ രാവിലെ ഇട്ടിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു ലോങ് വീഡിയോയും കൂടി ഇടണം. അങ്ങനെ ഇതിൽ നിന്ന് രണ്ടിനും നമുക്ക് വാച്ച് അവേഴ്സ് പയ്യെ കൂടി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഈ ഷോർട്ട് വീഡിയോ ഇടുന്നതിനനുസരിച്ച് സബ്സ്ക്രൈബേഴ്സിനും കൂടുതൽ കിട്ടും. ഈ ലോങ് വീഡിയോസിന് സബ്സ്ക്രൈബറെ കിട്ടില്ല എന്നല്ല കേട്ടോ, കിട്ടും. പക്ഷേ കൂടുതൽ ഷോർട്ടിൽ നിന്നായിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. പിന്നെ വ്യൂസിനെ കിട്ടാനായിട്ട് നമുക്ക് യൂട്യൂബ് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം തന്നെ നമ്മുടെ തംബ്നെയിലാണ്. നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് വ്യൂസിനെ കിട്ടുന്നതെന്ന്. അതായത് നമ്മുടെ വീഡിയോയുടെ തംബ്നെയിൽ നല്ല ഇമ്പ്രസീവ് ആണെങ്കിൽ, മറ്റുള്ളവർക്ക് കുറച്ചുകൂടി ഇമ്പ്രഷൻ കിട്ടുന്നുണ്ട് നമ്മുടെ തംബ്നെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആ വീഡിയോയുടെ ഉള്ളിൽ എന്താണെന്ന് കയറി കാണും. അങ്ങനെ നമുക്ക് വ്യൂസിന് കിട്ടും. പക്ഷെ ചില വീഡിയോസിലുണ്ടല്ലോ, തംബ്നെയിൽ നല്ലതല്ലെങ്കിലും ഉള്ളിൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോയിൽ നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോ റീച്ചായി പോവേ. മോണിറ്റൈസേഷൻ ആയതിന് ശേഷം നമ്മൾ വീഡിയോസ് സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. നമ്മൾ അതിനു മുമ്പ് എങ്ങനെയാണോ വീഡിയോസ് ഇട്ടിരുന്നത് ആ ഒരു രീതിയിൽ തന്നെ വീഡിയോസ് ഇട്ട് പോകണം. അപ്പോഴും നമുക്ക് ഈ പൈസ കയറി തുടങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വാച്ച് അവേഴ്സ് വെച്ചിട്ട് നമുക്ക് പൈസ കയറത്തുള്ളൂ. അപ്പം ആ ഡെയിലി ഇങ്ങനെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാച്ച് അവേഴ്സ് കൂട്ടി കിട്ടത്തുള്ളൂ, വീഡിയോസ് പൈസ കയറാൻ തുടങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ യൂട്യൂബ് ചാനലിൽ പൈസ കയറാൻ തുടങ്ങിയാലും നമുക്കത് വിഡ്രോ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെ നമ്മൾ ഇപ്പം ഈ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്ത പോലെ തന്നെ ഇവിടെയും $100 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പൈസ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ $100 കയറണമെന്ന് വെച്ചാലും ഭയങ്കര ടാസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇട്ട് അതിൻ്റെ വാച്ച് അവേഴ്സ് വെച്ചിട്ട് മാത്രമേ നമുക്ക് പൈസ കയറി തുടങ്ങത്തുള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഡോളർ പെട്ടെന്ന് കയറുമെന്നായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെയല്ല. ഡോളർ കയറണമെങ്കിൽ അത്യാവശ്യം നല്ല പാടുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ ഡോളർ കയറി തുടങ്ങുള്ളൂ. അതുപോലെ ഡോളർ കയറുള്ളൂ, നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് 3 വർഷം യൂട്യൂബിൽ നിന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്യും, റീസ്റ്റാർട്ട് ചെയ്യും. ആ ഒരു രീതിയിൽ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സ്റ്റോപ്പ് ചെയ്തോലെ റീസ്റ്റാർട്ട് ചെയ്തോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോസ് കയറി പോകത്തുമില്ല, വ്യൂസിന് നല്ല രീതിയിൽ കിട്ടത്തുമില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് യൂട്യൂബിൽ നിന്നൊരു ഇൻകം വേണം നമ്മൾ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഡെയിലി ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും
പറ്റുന്ന രീതിയിൽ ഡെയിലി ഇടുക. ലോങ് വീഡിയോസ് ഡെയിലി ഇടാൻ പറ്റിയില്ലെങ്കിലും ഷോർട്ട് വീഡിയോസ് ഇടുക. അതിൽ നമുക്ക് നല്ല രീതിയിൽ വാച്ച് അവേഴ്സും കയറി നമുക്ക് സബ്സ്ക്രൈബേഴ്സിനും കിട്ടും. നമുക്ക് അത്യാവശ്യം പതിയാണെങ്കിൽ, നമ്മുടെ കുഞ്ഞു ചാനലാണെങ്കിൽ അത് പതിയാണെങ്കിലും കയറി വരുന്നെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒരു വീഡിയോ കയറി റീച്ച് ആയാൽ മതി, നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ ആയി നമുക്ക് ചാനലിൽ നിന്ന് പൈസ കിട്ടാൻ തുടങ്ങും കേട്ടോ. നമ്മൾ യൂട്യൂബിന് സീരിയസ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ എത്ര വീഡിയോ ഇട്ടിട്ടും വ്യൂസ് കയറുന്നില്ലോ എന്നോർത്ത് വിഷമിച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യാനൊന്നും ചെയ്യരുത്. എപ്പോഴേലും നമ്മുടെ ഡെയിലി വീഡിയോ ഇടുമ്പോൾ എപ്പോഴേലും നമ്മുടെ ഒരു വീഡിയോ കയറിയിട്ട് റീച്ച് ആയിക്കോളും. അപ്പോൾ അത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുക. എന്നും ഡെയിലി വീഡിയോ ഇടാൻ നോക്കുക. നമ്മൾ നല്ല രീതിയിൽ യൂട്യൂബിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് അതിൽ നിന്ന് സക്സസ്ഫുൾ ആവാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.